ഇത് നമ്മളുടെ മൊഡ്യൂൾ 2-ൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. നമ്മുടെ ടോർഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻ. ഓക്കെ, സോ ഇതിൽ ഒരു 6 അസംഷൻസ് ഉണ്ട്. അസംഷൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ നമ്മളുടെ ആ കോളത്തിൻ്റെ കേസിൽ അസംഷൻ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ആ ജിയോമെട്രിയുടെ അസംഷൻ പറയുക, പിന്നെ മെറ്റീരിയലിൻ്റെ അസംഷൻ പറയുക, പിന്നീട് ലോഡിൻ്റെ അസംഷൻ പറയുക. ആദ്യം നമുക്ക് ആ ജിയോമെട്രിയുടെ അസംഷൻ നോക്കാം. നോക്കിയാൽ നമുക്കൊരു ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഷാഫ്റ്റ് എന്ന് വിചാരിച്ചു. ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷനെല്ലാം എന്തായിരിക്കും? ത്രൂ ഔട്ട് ദി ലെങ്ത് യൂണിഫോം ആയിരിക്കും. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, ഇപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ മുറിച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? സർക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ? അതായത് നമ്മൾ ലോഡ് കൊടുക്കുന്നതിന്, അതായത് നമ്മുടെ ടോർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതെന്തായിരുന്നു? സർക്കുലർ ആയിരുന്നു. ടോർക്ക് കൊടുത്തതിന് ശേഷവും അതെന്തായിരിക്കണം? പ്ലെയിൻ ആൻഡ് സർക്കുലർ ആയിരിക്കണം. ടോർക്ക് കൊടുക്കുന്നതിന് മുമ്പ് പ്ലെയിൻ സർക്കുലർ ആയിരുന്നു. ടോർക്ക് കൊടുത്തതിന് ശേഷവും പ്ലെയിൻ ആൻഡ് സർക്കുലർ ആയിരിക്കണം. അതാണ് നമ്മുടെ ജിയോമെട്രിയുടെ 2 അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ അസംഷനാണ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ആയിരിക്കണം, ഐസോട്രോപിക് ആയിരിക്കണം, അതുപോലെ ഹൂക്സ് ലോ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ലോഡിൻ്റെ അസംഷനാണ്. അപ്പോൾ ലോഡ് പറഞ്ഞേക്കുന്നത്, ലോഡിൻ്റെ അസംഷനിൽ നമ്മുടെ ആ ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ആ ടോർക്ക് എന്ന് പറയുന്നത് ആ ത്രൂ ഔട്ട് ദി ലെങ്ത് എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. ഓക്കെ, സോ നമ്മളിവിടെ ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ടോർക്ക് തന്നെ ആയിരിക്കണം അതിൻ്റെ എല്ലാ ലെങ്തിലും വരുന്നത്. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് ആ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിന് താങ്ങാവുന്ന ലിമിറ്റ് സ്ട്രെസ്സിനേക്കാളും എന്ത് ചെയ്യണം? താഴെ നിൽക്കണം. ആ മെറ്റീരിയലിൻ്റെ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സിനേക്കാളും എന്ത് ചെയ്യണം? താഴെ നിൽക്കണം. ഈ ഒരു ടോർക്ക് കൊടുക്കുമ്പോൾ ഈ ഷാഫ്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സ്. സോ ഇത്രയാണ് നമ്മുടെ ആ 6 സെറ്റ് ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഡെറിവേഷനിലോട്ട് പോകാം. അപ്പോൾ ഡെറിവേഷനകത്ത് നമ്മളൊരു ഷാഫ്റ്റാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മളുടെ ഷാഫ്റ്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടോർക്ക് ടി എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ടോർക്ക് ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ഇനിഷ്യലി അവിടെ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഇനിഷ്യലി എനിക്കൊരു പ്ലെയിൻ വരും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലെയിൻ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ടോർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്ലെയിൻ എന്ത് ചെയ്തു? ഒരു പുതിയ പൊസിഷനിലോട്ട് മൂവ് ചെയ്തില്ലേ? ഇനിഷ്യലി നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ ആയിരുന്നു വരുന്നത്. ഒരു ടോർക്ക് കൊടുത്തപ്പം ആ ചുവന്ന പ്ലെയിൻ എന്ത് ചെയ്തു? ഒരു പുതിയ പൊസിഷനിലോട്ട് മൂവ് ചെയ്തില്ലേ? അത് തന്നെയാണ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഇനിഷ്യലി നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത് ആ റെഡ് കാണിക്കുന്നതാണ്. ആ റെഡ് എങ്ങനെ കാണിക്കുന്നത്? ABCD ഇല്ലേ? ആ ABCD അതാണ് നമ്മുടെ ഇനിഷ്യലി ഉണ്ടായിരുന്ന പ്ലെയിൻ. ടോർക്ക് കൊടുത്തപ്പം ആ പ്ലെയിൻ എന്ത് ചെയ്തു? ഒരു പുതിയ പൊസിഷനിലോട്ട് പോയി. ആ പുതിയ പൊസിഷനാണ് ABC'D' എന്ന് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടായ ആ ഒരു ഷിയർ സ്ട്രെയിൻ, ആ ഒരു ആംഗിളാണെന്ന് കാണിച്ചിരിക്കുന്നത് ഗാമ കാണിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ഷിയർ സ്ട്രെയിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആ ഡീഫോർമേഷൻ സംഭവിക്കുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ അതെന്താണ്? ഗാമ. ഇനി ആ ക്രോസ് സെക്ഷനിലുണ്ടായ ആ ആംഗിൾ അതെന്താണ്? തീറ്റ. സോ ഇത്രയാണ് നമ്മുടെ ജിയോമെട്രിയിൽ വേണ്ടത്. ഇത് അതിൻ്റെ എൻഡ് വ്യൂ, അതായത് ഈ എൻഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റിലെ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഈ ആർക്ക് വേണം. ഈ CC' എന്ന് പറഞ്ഞ ആർക്കിൻ്റെ ലെങ്ത് വേണം. CC' എന്ന് പറഞ്ഞ ആർക്കിൻ്റെ ലെങ്ത് വേണം. സോ ഈ ആർക്ക് എന്ന് പറയുന്നത് ഐദർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷനിൽ നിന്നും എടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ ആ മുകളിലത്തെ സെക്ഷനിൽ നിന്ന് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ആ ACC' നിന്ന് ആർക്കൊന്ന് പറയാമോ? ആർക്ക് CC' എന്ത് വരും? നമുക്കറിയാം ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലേ? ഓക്കെ, സോ ആർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? ആംഗിൾ ഇൻറ്റു എന്തെന്നായി? റേഡിയസ് എന്നായി. ഓക്കെ, സോ മുകളിലത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗാമ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ലെങ്ത് ആണ് അല്ലേ ഈ കേസിൽ. സോ ഈ ലെങ്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എല്ലും കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഗാമ ഇൻറ്റു എന്ത് വന്നു? എല്ല് വന്നു. അടുത്തതായിട്ട് ഈ സെയിം മാർക്കിനെ നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷനിൽ നിന്ന് പറഞ്ഞുകൂടി. ഈ ഒരു ക്രോസ് സെക്ഷൻ വെച്ചിട്ട് ഈ CC' പറയാമോ? സോ ആ ഒരു ക്രോസ് സെക്ഷനിൽ വരുന്നത് എന്താണ്? C'OC. ഓക്കെ, ഈ ഒരു സെക്ടറിൽ നിന്ന് ആ ഒരു ആർക്ക് പറയുമ്പോൾ എങ്ങനെ വരും? സെയിം തന്നെ. ആർക്ക് CC' എന്താണ്? ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? തീറ്റ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ R ആണ്. സോ ഇതെന്തെന്ന് വന്നു? തീറ്റ ഇൻറ്റു R. സോ ഈ രണ്ട് ഇതിവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഗാമ ഇൻറ്റു L എന്തെന്ന് വന്നു? തീറ്റ ഇൻറ്റു R എന്ന് വന്നു. ഓക്കെ, ഗാമ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഷിയർ സ്ട്രെയിൻ ആയിരുന്നു. നമുക്കറിയാം ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഷിയർ സ്ട്രെയിൻ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നു. അതായിരുന്നു എന്തെന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. സോ ടൗ G ഇൻറ്റു ഗാമ എന്ന് വന്നു. അവിടെ നമുക്ക് ഗാമ എങ്ങനെ എഴുതാം?
ടൗ ഡിവൈഡ് ബൈ ജി എന്ന് എഴുതിക്കൂടെ. സോ ഇതെങ്ങനെയായിരിക്കും വരുന്നത്? ടൗ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു എൽ ഇസിക്വൽ ടു എന്താണെന്ന് എഴുതാം? തീറ്റ ഇൻറ്റു എന്തെന്ന് എഴുതാം? നമുക്ക് ആർ എന്ന് എഴുതാം. ഓക്കെ. സോ ഇവിടുന്ന് നമുക്ക് ഇതേണ്ടേ, ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർ ഞാൻ ഇവിടെ കൊണ്ടുവരുവാണേ. അപ്പോൾ ഇതെന്തായി? ടൗ ബൈ ആർ ഇസിക്വൽ ടു എന്താണ്? ജി തീറ്റ ഡിവൈഡഡ് ബൈ എൽ. ഒരു ഇക്വേഷൻ ആയില്ലേ? ഫൈൻ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ടോർഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ടി ബൈ ജെ ഇസിക്വൽ ടു ടൗ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ഡിവൈഡ് ബൈ എൽ ആയിരുന്നു ടോർഷൻ ഇക്വേഷൻ. അപ്പോൾ അതേണ്ട ഈ ഒരു ടേം കിട്ടി, ടൗ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്ന് പറഞ്ഞ ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ആ ടി ബൈ ജെ വേണം. ഓക്കെ. സോ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ക്രോസ് സെക്ഷൻ, നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു. ആ ഒരു ക്രോസ് സെക്ഷനാണ് ഞാൻ തന്നെ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ. ആ ഒരു ക്രോസ് സെക്ഷൻ ഞാനൊന്ന് വലുതാക്കി വരച്ചേക്കാണ്. ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഞാനൊരു ചെറിയൊരു എലമെൻറ്റ് എന്ത് ചെയ്തേക്കാണ്? കൺസിഡർ ചെയ്തേക്കാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അതേസമയത്ത് നമ്മൾ അവിടെ ഒരു ചെറിയൊരു സർക്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ സർക്കുലർ എലമെൻറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? സ്മാൾ ആർ ആണ്. ഓക്കെ. ഇനി അടുത്തത് ആ സർക്കുലർ എലമെൻറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡി ആർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ. സ്മോൾ ഡി ആർ ആണെന്ന് പറയുന്നത് ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ആ ക്രോസ് സെക്ഷൻ എടുത്തു. ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഇനി അടുത്തത് ഒരു ചെറിയൊരു സർക്കുലർ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കുലർ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി ആർ. ഇനി ആ സർക്കുലർ സ്ട്രിപ്പ് ഇരിക്കുന്നത് സ്മോൾ ആർ ഡിസ്റ്റൻസ് മാറിയാണ്. ഓക്കെ. ഇനി അതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെൻട്രൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ എക്സ്ട്രീമിൽ ഷിയർ സ്ട്രെസ് മാക്സിമം. അതിനെ ഞാൻ ടൗ എന്ന് വിളിച്ചു. ഇനി അടുത്തത് ആർ, സ്മോൾ ആർ ഡിസ്റ്റൻസ് മാറുമ്പോഴുള്ള ഷിയർ സ്ട്രെസ്സിന് ഞാൻ എന്താണ്? ടൗ സഫിക്സ് ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. സോ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് മാറുമ്പോൾ ഷിയർ സ്ട്രെസ് എത്രയാണ് വന്നിരിക്കുന്നത്? ടൗ ആണ്. ഇനി അടുത്ത സ്മോൾ ആർ ഡിസ്റ്റൻസ് മാറുമ്പം ഷിയർ സ്ട്രെസ് എത്ര വന്നു? ടൗ ആർ വന്നു. ഇത് പ്രൊപ്പോർഷണൽ ആണല്ലോ. സോ ഈ റേഷ്യോ എടുക്കുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇസിക്കൽ ടു ടൗ ബൈ ടൗ ആർ വന്നു. ഇവിടുന്ന് ടൗ ആർ ഇസിക്കൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ടൗ ആർ എന്ന് പറയുമ്പോൾ ടൗ സഫിക്സ് ആർ ഇസിക്കൽ ടു എന്ത് എഴുതാം? ടൗ ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡ് ബൈ എന്താണ്? ക്യാപിറ്റൽ ആർ. ഓക്കെ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ആ ആർക്ക് എടുത്തു. രണ്ടാമത്തെ കേസിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ആ ക്രോസ് സെക്ഷനിൽ നിന്ന് എന്തുകൂടെ എടുത്തു? ആ ഷിയർ സ്ട്രെസ് കൂടെ എടുത്തു. ഓക്കെ. എനിക്ക് വേണ്ടത് നമുക്ക് ഈ ടോർക്കല്ലേ കൊണ്ടുവരേണ്ടത്? ഈ ടോർക്കിൻ്റെ ടൈം കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചെറിയ എലമെൻറ്റിലെ ടോർക്ക് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റിലെ ടോർക്ക് ഞാൻ എഴുതാൻ പോവാണ്. ആ ചെറിയ എലമെൻറ്റിലെ ടോർക്ക് ആയതുകൊണ്ട് അതെന്തായി? ഡി ടി. സോ ആ ടോർക്ക് ഓൺ ദാറ്റ് എലമെൻറ്റ്. ഓക്കെ. ടോർക്ക് ഓൺ ദാറ്റ് എലമെൻറ്റ് നമ്മൾ ഡി ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് വരും? ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് വരും. മൊമെൻ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ കൂട്ട് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു എന്താണ്? റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ. സോ ഈ ഒരു എലമെൻറ്റിലെ ടോർക്ക് ഓൺ ആ എലമെൻറ്റ്, ടോർക്ക് ഓൺ ദാറ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ടി എന്ന് ഞാൻ വിളിച്ചു. ഡി ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആ എലമെൻറ്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ചെറിയ ഫോഴ്സ് ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? സ്മോൾ ആർ ആണ് അല്ലേ? ഓക്കെ. ഡി ടി ഈസ് ഈക്വൽ ടു ഡി എഫ് ഇൻറ്റു എന്തെന്നായി? സ്മോൾ ആർ എന്നായി. ഇനി അടുത്ത് നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ എന്താണ്? ഏരിയ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഷിയർ ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. ഓക്കെ. സോ ഈ എലമെൻറ്റിലെ സ്ട്രെസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ എലമെൻറ്റിലെ സ്ട്രെസ് ആയതുകൊണ്ട് അതെന്താണ്? ടൗ ആർ. സോ ടൗ സഫിക്സ് ആർ എന്ന് പറയുമ്പോൾ ആ എലമെൻറ്റിലെ ഫോഴ്സ് ഡിവൈഡ് ബൈ ആ എലമെൻറ്റിലെ ഏരിയ. ഇനി ആ എലമെൻറ്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ആ എലമെൻറ്റിലെ സ്ട്രെസ് ആയിട്ടുള്ള ടൗ ആർ ഇൻറ്റു എന്താണ്? ഏരിയ ആണ് വരുന്നത്. ഓക്കെ. സോ ഇത് ടൗ ആർ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുമ്പം ആ ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയ അല്ലേ വരേണ്ടത്? ആ ചെറിയ എലമെൻറ്റിൻ്റെ ഏരിയ എത്ര ആയിരിക്കും വരുന്നത്? ഇതിനെ ഞാൻ അങ്ങ് മുറിക്കുവാണെന്ന് വിചാരിച്ചു. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു? ഒന്ന് നിവർത്തി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ എലമെൻറ്റിനെ ഞാൻ ഈ ഒരു പോയിന്റിൽ വെച്ച് കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്തു? ഇങ്ങനെ നിവർത്തിയെടുത്തേക്കാണ്. ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ അത് എന്തിൻ്റെ ഫോമിലായി? റെക്റ്റാങ്കിളിൻ്റെ ഫോമിലായില്ലേ? സോ ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? ഡി ആർ. ഇനി അതിൻ്റെ ലെങ്ത് എത്രയാണ്? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആയിരിക്കത്തില്ലേ? അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, ഈ സർക്കിളിൻ്റെ ചുറ്റളവായിരിക്കത്തില്ലേ ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം എന്ന് പറയുന്നത്? കാരണം ഈ റെക്റ്റാങ്കിൾ കിട്ടിയേക്കുന്നത് ഈ ഒരു സ്ട്രിപ്പ് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ നൂത്തെടുത്തപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് റെക്റ്റാങ്കിളിൻ്റെ ഫോമിൽ വന്നിരിക്കുന്നത്. ഓക്കെ. സോ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്
എത്രയാണ് dr തന്നെ വരും. ഇനി അതിൻ്റെ നീളം എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ എത്ര ആയിരിക്കും സർക്കംഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr അല്ലേ. സോ 2π ഇൻറ്റു സ്മാൾ ആർ. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ എന്ത് വരും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അതായത് ഇപ്പോൾ ഈ സർക്കിളിൻ്റെ ഏരിയ സർക്കുലർ സ്ട്രിപ്പിൻ്റെ ഏരിയ നമ്മളിപ്പോൾ എന്താക്കി മാറ്റിയേക്കുക ഒരു റെക്റ്റാങ്കിൾ ആക്കി. സോ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുത്താൽ മതി. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 2πr ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ dr. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ചെറിയ എലമെൻറ്റിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത ടൗ ആറിന് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടൗ ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡ് ബൈ എന്താണ് ക്യാപിറ്റൽ ആർ ഇൻറ്റു 2πr dr. ഓക്കെ, സോ ഇവിടെ ചെയ്യുമ്പോഴത്തേന് ടൗ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ ഈ സ്മോൾ ആറോടെ ചേർന്ന് 2π ഇൻറ്റു ആർ സ്ക്വയർ എന്തായി dr. ഓക്കെ, സോ നമുക്ക് ആ ചെറിയ എലമെൻറ്റിലെ ഫോഴ്സ് വന്നിരിക്കുന്നത് ടൗ/r ഇൻറ്റു 2πr സ്ക്വയർ ഇൻറ്റു dr ആണ് അല്ലേ. സോ നമ്മുടെ ടോർക്ക് dt എന്ന് പറയുന്നത് എന്തായിരുന്നു df ഇൻറ്റു സ്മോൾ ആർ അല്ലേ. അങ്ങനെ അല്ലായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു df ഇൻറ്റു ആർ ആയിരുന്നു ടോർക്ക് എന്ന് പറയുന്നത്. സോ ആ ടോർക്ക് എന്ന് പറയുന്നത് df ഇൻറ്റു ആർ ചെയ്യുമ്പോഴത്തേക്കിന് ടൗ/r ഇൻറ്റു 2πr സ്ക്വയർ ഇൻറ്റു dr ഇൻറ്റു സ്മാൾ ആർ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ടൗ/r ഇഞ്ഞ് മാറ്റിയിട്ടു 2π ഇഞ്ഞ് മാറ്റിയിട്ടു ആർ സ്ക്വയർ ഇൻറ്റു ആർ എത്രയായി r³ ഇൻറ്റു dr. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ആ ചെറിയ എലമെൻറ്റിലെ ടോർക്ക്, ആ ചെറിയ എലമെൻറ്റിലെ ടോർക്ക്. ഇനി എനിക്ക് ടോട്ടൽ ടോർക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ചെറിയ എലമെൻറ്റിലെ ടോർക്കിനെ എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം 0 മുതൽ ക്യാപിറ്റൽ R വരെ എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ടോട്ടൽ ടോർക്കിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ക്യാപിറ്റൽ T = ഇൻറ്റഗ്രൽ 0 ടു R എന്താണ് dt. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇൻറ്റഗ്രൽ 0 ടു R ടൗ/r ഇൻറ്റു എത്രയാണ് 2π r³ ഇൻറ്റു dr. ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ടൗ/r ഇൻറ്റു 2π ഇഞ്ഞു മാറ്റി ഇട്ടു ബാലൻസ് എത്രയാണുള്ളത് ഇൻറ്റഗ്രൽ 0 ടു R r³ dr. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ടൗ/r ഇൻറ്റു 2π r³ ഇൻറ്റഗ്രൽ എത്ര വരുന്നത് r⁴/4 വിത്തിൻ ദ ലിമിറ്റ് 0 ടു R. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ടൗ/r ഇൻറ്റു 2π ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് ക്യാപിറ്റൽ r⁴/4 മൈനസ് എത്രയാണ് 0. ഓക്കെ, സോ ഇത് ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് എന്ത് വന്നു ടൗ/r ഇൻറ്റു ഈ 2ഉം 4 എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ ടൗ/r ഇൻറ്റു π ഇൻറ്റു r⁴ ഡിവൈഡ് ബൈ എത്ര എന്ന് വന്നു 2 എന്ന് വന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ടോർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടോട്ടൽ ടോർക്കിൽ π ഇൻറ്റു r⁴/2 എന്ന് വന്നിട്ടുണ്ടല്ലേ. ഈ π ഇൻറ്റു r⁴ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പഠിച്ചിട്ടില്ലേ ജെ എന്ന് പറയുന്നത് എന്തായിരുന്നു പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഇതൊരു സർക്കുലർ ഷാഫ്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ ആ സർക്കുലർ ഷാഫ്റ്റിൻ്റെ ജെ എന്ന് പറയുന്നത് എത്രയായിരുന്നു π/32 എന്തായിരുന്നു d⁴ അല്ലായിരുന്നു. ഓക്കെ, ഡയമീറ്ററിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ടൈംസ് റേഡിയസ് അല്ലേ. സോ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ π/32 ഇൻറ്റു 2r r⁴ എന്ന് വരും. ഓക്കെ, സോ π/32 ഇൻറ്റു 2⁴ ഇൻറ്റു എന്തായി r⁴. 2⁴ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് 16 അല്ലേ വരുന്നത്. സോ 16 ഇൻറ്റു r⁴. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും 2. സോ ഇത് എത്ര വന്നിരിക്കുന്നത് π/2 ഇൻറ്റു എന്തെന്ന് വന്നു r⁴ എന്ന് വന്നു. സോ ഈ π/2 ഇൻറ്റു r⁴ പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം π/2 ഇൻറ്റു r⁴ വരെ നമുക്ക് ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടോർക്കിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു ടൗ/r ഇൻറ്റു എന്തെന്ന് വന്നു ജെ എന്ന് വന്നു. ഓക്കെ ആണോ. സോ നമുക്കിപ്പം വന്നേക്കുന്ന ഇക്വേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ടൗ/r ഇൻറ്റു എന്താണ് ജെ എന്നാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നമുക്ക് T/J ഈക്വൽ എന്തെന്ന് എഴുതാം ടൗ/r എന്ന് എഴുതാം. ഓക്കെ ആണോ. ഇനി അടുത്തത് നമ്മളൊരു ടോർക്കിന് ഈ ടൗ/r ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ടൗ/r എന്തായിരുന്നു g⁻L. സോ അതുകൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൗ/r വാല്യൂ എന്താണ് g⁻L ആണ്. സോ ഇത് ടോട്ടൽ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും T/J is equal to ടൗ/r ഈക്വൽ ടു എന്താണ് g⁻L. ഓക്കെ, സോ ഇതാണ് ടോർഷൻ ഇക്വേഷൻ്റെ ഡെറിവേഷൻ.